7 വർഷം മുൻപ് മരണത്തിന് കീഴടങ്ങിയ എൻഡോസൾഫാൻ ദുരിതബാധിതനായ മകന്റെ ചികിത്സയ്ക്കായി എടുത്ത വായ്പ തിരിച്ചടയ്ക്കാത്തതിന് പിതാവിന് വക്കീൽ നോട്ടീസ്. ഷേണി സ്വദേശി വാസുദേവ നായിക്കിനാണ് ഈ ദുർഗതി നേരിടേണ്ടി വന്നത്. എൻ്റെ മകന് 2017 ജൂൺ 9 മരിച്ചു. കുറേ കടമുണ്ടായി. ലാൻഡ് മോർഗേജിൽ 4,80,000, പിന്നെ സിൻഡിക്കേറ്റ് ബാങ്കിൽ 60, 20 അങ്ങനെ കോപ്പറേറ്റീവ് ബാങ്കിൽ 25 ഉണ്ടായി. 30 ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് കോടതി നോട്ടീസ് കൊടുത്തു. ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വന്നു. അത് ഹൈക്കോടതിയിൽ തള്ളിക്കളഞ്ഞു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് തോന്നില്ല. ഇപ്പോൾ എല്ലാ കൃഷിയെല്ലാം നശിച്ചു പോയി. ഇവിടെ എല്ലാം 2017 ജൂൺ 9 വാസുദേവ നായിക്കിന്റെ മകൻ ശ്രേയസ് മരിച്ചത്. ജന്മന ശരീരം വീർത്തുവരുന്ന അസുഖമായിരുന്നു ശ്രേയസിന്. പരിയാരത്തെയും മംഗളൂരുവിലെയും ആശുപത്രികളിലെ നീണ്ടകാലത്തെ ചികിത്സ വാസുദേവിന്റെയും കുടുംബത്തിന്റെയും നട്ടലൊടിച്ചു. കിട്ടാവുന്നിടത്തു നിന്നെല്ലാം പണം കടം വാങ്ങിയായിരുന്നു ചികിത്സ. കടക്കണിയിൽ നിന്നും കരകയറാൻ 2019 കേരള ഗ്രാമീണ ബാങ്കിൽ നിന്നെടുത്ത വായ്പയുടെ പേരിലാണ് ഇപ്പോൾ നോട്ടീസ് വന്നത്. ശ്രേയസിന്റെ ദുരിതം മനസ്സിലാക്കി നടൻ സുരേഷ് ഗോപി കുടുംബത്തെ സഹായിക്കാനായി സന്നദ്ധനായി എത്തിയിരുന്നു. എന്നാൽ ഭാര്യ സുധ ആശുപത്രിയിലായിരുന്നതിനാൽ സുരേഷ് ഗോപി പങ്കെടുത്ത ചടങ്ങിൽ തനിക്കെത്താനായില്ലെന്നും വാസുദേവ് പറയുന്നു. ഇന്നിപ്പോൾ സഹജീവികളുടെ കരുണ തേടി അലയുകയാണ് ഈ കുടുംബം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.